തീർന്നെന്ന് പറയുവാൻ സന്തോഷമുണ്ട്. നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി തീർന്ന കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയുകയാണ്. എന്തിനാ പറയാൻ ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റായ രീതി, കുഞ്ഞുങ്ങളെ മീറ്റിങ്ങുകൾക്ക് അച്ചടക്കത്തോടെ നാം ഇരുത്തത്തില്ലായിരുന്നു. അത് നമ്മുടെ പരാജയമായിരുന്നു. 2, മീറ്റിങ്ങുകൾ കൃത്യസമയത്തൊന്നും തുടങ്ങുകയില്ലായിരുന്നു. അത് നമ്മുടെ പരാജയമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും പല മീറ്റിങ്ങുകളിലും മനഃപൂർവ്വമായിട്ട് ഉഴപ്പുന്നവരായിരുന്നു. അത് നമ്മുടെ പരാജയമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക്, പിന്നെ സഭയുടെ ഭരണഘടന, സഭയുടെ ചുമതലകൾ വഹിക്കുന്നതോട് ബന്ധം ചില കാര്യങ്ങളൊക്കെ അത് വ്യക്തിപരമായിട്ട് താൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടെയൊക്കെ കുറവുകളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തിരുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഞാനിത് എടുത്തു പറയുന്നതിന് കാരണം, സൗര നാളെ പോയി കഴിയുമ്പോൾ പഴയതുപോലെ ആകരുത് അതിന് വേണ്ടിയാണ്. നമുക്ക് ഉള്ള കുഴപ്പം എന്നാണെന്നറിയാമോ? നമുക്കൊരു ആവേശമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ആവേശമൊക്കെയാണ്, പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് അതിന് തണുത്ത് പോയി അടുത്ത ആൾ പിന്നെ വരണം, അടുത്ത ആവേശം ഉണ്ടാകണം. അങ്ങനെ വരരുത്. നമ്മളെ ദൈവത്തിന്റെ തീരുമാനം നിലനിൽക്കുന്നതായിരിക്കണം. സഭയ്ക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ, നമുക്ക് വ്യക്തിപരമായിട്ട് ആത്മീയ അനുഗ്രഹമായി തീരണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം എടുത്ത തീരുമാനങ്ങൾ പാലിക്കുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞ പോലെ ദൈവം പ്രത്യേകം ഇങ്ങോട്ട് അയച്ചതാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരുമിച്ചായിരിക്കാൻ ഇടയായാലും വലിയ സന്തോഷമുണ്ട്. കാരണം തന്റെ പിതാവിനോടൊപ്പം ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നോടുകൂടിയും ശുശ്രൂഷിക്കുവാനായിട്ടുള്ള സാവകാശം ലഭിച്ചു. അതൊക്കെ സന്തോഷത്തിന്റെ കാര്യമാണ്. പല ശുശ്രൂഷകളും ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ ഇവിടെയും നാട്ടിലൊക്കെ ഇടയായിട്ടുണ്ട്. ദൈവിക സന്തോഷം അതിൽ അനുഭവിക്കാൻ ഇടയായി. ദൈവം സഹായിക്കട്ടെ. തൻ്റെ ശാരീരിക പരിമിതിയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് മധ്യേ ദൈവം കരുതുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ദൈവം ഉപയോഗിക്കട്ടെ. ഒരു വാക്യം ആശംസയായിട്ട് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിന്റെ അതിന്റെ 11-ാം വാക്യം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ്. ഞാൻ പലപ്പോഴും വായിക്കുന്ന വാക്യമാണ്. യെശയ്യാപ്രവചനം 58-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കുകയും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറ പോലെയും ആണ്. പ്രിയ സഹോദരനോട് ബന്ധത്തിൽ സഭയായിട്ട് ഞങ്ങൾക്കുള്ള, വ്യക്തിപരമായിട്ട് എനിക്കുള്ള ആശംസയാണിത്. ദൈവം നടത്തട്ടെ. പ്രശ്നങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ശാരീരിക ബലഹീനതകളുണ്ട്. അതിന് മധ്യേ എല്ലായ്പ്പോഴും എന്ന് പറയുമ്പോൾ സമയാഭേദം കൂടാതെ, സന്ദർഭഭേദം കൂടാതെ, ചുറ്റുപാടുകളുടെ വ്യത്യസ്തത കൂടാതെ എല്ലായ്പ്പോഴും ദൈവം നടത്തട്ടെ. പിന്നെ വരണ്ട നിലം ഉണ്ടായിരിക്കും കേട്ടോ. ഒരുപാട് വരണ്ട നിലത്തിലൊക്കെ പോയിട്ടുണ്ട്. ഇനിയും അധികമായിട്ട് പോകേണ്ടി വരും. മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പം നിലം കുറച്ചുകൂടെ ഒക്കെ വരളും. എന്നാൽ അവിടെ ദൈവം നനവുള്ള തോട്ടമാക്കി തീർത്ത് ദൈവത്തോടു കൂടെ ആയിരിക്കും. വിശക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, വിശക്കും പല നിലയിൽ. എന്നാൽ ദൈവം വിശപ്പടക്കും. ദൈവത്തെ നോക്കി ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം വിശ്വസ്തനാണ്. ഇത് സൗരനോട് മാത്രമല്ല, നമുക്ക് എല്ലാവരോടും പറ്റരുത്. ഈ വാക്യം അനുവർത്തമാണ്. ദൈവത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവം കൂടെയിരിക്കും, ദൈവം സഹായിക്കും. നാം നനവുള്ള തോട്ടം പോലെയും, എന്താണ്, വെള്ളം വറ്റിപ്പോകാത്ത നീരുറ. വെള്ളം വറ്റിപ്പോകാത്ത നീരുറയുടെ ഗുണം എന്താ? വെള്ളം വറ്റിപ്പോകാത്ത നീരുറയുടെ ഗുണം എന്താ? ശുദ്ധമായിരിക്കും. പിന്നെ മറ്റുള്ളവർ, നീരുറ വെള്ളം വറ്റിപ്പോകാതിരുന്ന അതിനു വേണ്ടിയല്ല. ആണോ? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അല്ലേ? ഇറ്റ്സ് ഫോർ അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട്, വരണ്ട പ്രദേശത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത് അനേകർ കഷ്ടപ്പെടുകയും ദുഃഖം അനുഭവിക്കുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം വെള്ളം വറ്റിപ്പോകാത്ത ഒരു നീറുറവായിട്ട് ഇരിക്കണം. നാം അനുഗ്രഹിക്കപ്പെടണം. ദൈവം നമ്മെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാം പറയുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അത് മറ്റുള്ളവർക്ക്. മനസ്സിലായ? കർത്താവിന്റെ ആ കൃപ അനുഭവിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജീവിപ്പാനായിട്ട് തീരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസങ്ങളിലും ഒരുമിച്ച് പിന്നെയും ശുശ്രൂഷ ചെയ്യാൻ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ നാമം സഭയായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് നന്ദി, സന്തോഷം അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം.